നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ അടുത്തൊരു ഡൽഹി യാത്രയ്ക്ക് നിങ്ങളെ സാക്ഷി വഹിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുകയാണ്. ഇന്ന് ഞാൻ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന സ്ഥലം ഹുമയൂണിൻ്റെ സമാധിയാണ്. ഹുമയൂണിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയത്തില്ല. പിന്നെ നോക്കാം. ചിലപ്പോൾ ഹുമയൂണിൻ്റെ സമാധി പോകും, അല്ലെങ്കിൽ മൂഡനുസരിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും എന്നാണ് ഇപ്പം മനസ്സിലുള്ളത്. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോകളിൽ ഒന്ന് ഞാൻ എവിടെ പോകുമെന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് പോകാം. ഇവിടെ നല്ല ചാറ്റ് മസാലയൊക്കെ ഇട്ട് ഉള്ള ജ്യൂസ് കിട്ടും. ഇവിടെ പിന്നെ എല്ലാത്തിനും നാരങ്ങ വെള്ളത്തിനകത്താണെങ്കിൽ ചാറ്റ് മസാല കിട്ടണം, അത് നിർബന്ധമാണ്. പിന്നെ മസാല നഹി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒന്ന് നോക്കും, എന്നിട്ട് മസാല നഹി ആയിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ തരും. എന്തായാലും അപ്പം പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും. പൈനാപ്പിൾ ജ്യൂസ് വലുതിന് 60 രൂപയാണ്, അതേസമയം ഷെയ്ക്ക് ചെറുതിന് 60 രൂപയാണ്. അല്ല, മീഡിയത്തിന്. ഞാൻ പറഞ്ഞ ലാർജ് സൈസ് പൈനാപ്പിൾ ജ്യൂസ് 60 രൂപയ്ക്ക്. ഇവിടെ ചോക്ലേറ്റ് ഷേക്ക്, മാംഗോ ഷേക്ക്, ഖജൂർ ഷേക്ക്, അങ്ങനെയൊക്കെ പലതരം ഷേക്കും കിട്ടും. ഇന്നലെ കേസർ പിസ്ത എന്ന് പറഞ്ഞൊരു ഷേക്ക് മേടിച്ചു. പിന്നെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഈ കേസറിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചാൽ കുങ്കുമപ്പൂ എന്ന്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ അടുത്ത മെട്രോ സ്റ്റേഷനിൽ പോകാം. അപ്പം മെട്രോയിൽ ടിക്കറ്റ് വാങ്ങാൻ ലൈൻ നിൽക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സംവിധാനത്തിനെക്കുറിച്ച് പറഞ്ഞു തന്ന എൻ്റെ ഒരു സ്മാർട്ട് സീനിയറായ ശ്രീ അജയാണ്. അജയ്ക്കൊരു നന്ദി പറയുന്നു. ഇവിടെ എൻ്റെ സ്ഥലം ഞാൻ അയച്ചു കൊടുക്കുന്നു. ഗ്രീൻ പാർക്ക്, പാച്ചർ പാർക്ക്. അടുത്ത എനിക്ക് പോകാനുള്ള സ്ഥലം JLN സ്റ്റേഡിയം. എത്ര രൂപയാകുമെന്ന് നോക്കാം. ഓക്കെ, പ്രൊസീഡ് ടു പേ. എത്ര? 32 രൂപ. BHI ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം 5 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 27 രൂപയ്ക്ക് പോയിട്ട് വരാം. പിന്നെ ബാക്കി പറയാനില്ല, നേരെ UPI നമ്പർ അടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ ഒരു മെട്രോയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ കണക്റ്റിംഗ് മെട്രോയാണ്. നമ്മൾ ഇത്ര നേരം യെല്ലോ ലൈനിലായിരുന്നു, ഇനി അടുത്ത വയലറ്റ് ലൈൻ. ഇതൊക്കെ നേരെ പോയ വയലറ്റ് ലൈൻ എന്നാണ് എനിക്ക് ചെയ്യുന്നത്. ഈ ഡൽഹി മെട്രോയുടെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെട്രോ ലൈൻസ് ഇൻ്റർലിങ്ക് ചെയ്താണ് ഇവിടെ മെട്രോ പണിതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഭയങ്കര കൺവീനിയൻ്റാണ്. എവിടെ പോകണമെങ്കിലും മെട്രോ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പം നേരത്തെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാണിച്ചല്ലേ, 32 രൂപയേ ഉള്ളൂ. ഓഫർ വെച്ച് 27 രൂപയ്ക്ക് കിട്ടി. ആൻഡ് വേറൊരു രസം എന്ന് വെച്ചാൽ ഭാഷ അറിയാത്ത ആൾക്കാർക്കും ഇങ്ങനെ ഈ സിംബൽസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൈനിലേക്ക് പോകാം. ഇതാണല്ലേ, ഇത് യെല്ലോ ലൈൻ, ഇത് വയലറ്റ് ലൈൻ. ഇനി ഞാൻ നേരെ വയലറ്റ് ലൈനിലേക്ക് പോയി ട്രെയിൻ കയറി JLN സ്റ്റേഡിയത്തിൽ പോവുകയാണ്. ഇത് അവിടെ നിന്നാണ് നമ്മൾ ഹുമയൂണിൻ്റെ സമാധി കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ശാന്തമായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ കാണുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നമുക്ക് എന്തായാലും ഇനി അടുത്ത ഹുമയൂൺ ടൂമിൽ പോകാം. അപ്പം ഹുമയൂൺ ടൂം ഇവിടുന്നൊരു 1.5 കിലോമീറ്റർ അടുത്താണ്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ നടന്നാണ് പോകേണ്ടത്. പക്ഷേ എനിക്ക് ഇന്നത്തെ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഈ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഞാൻ ഈ കറുത്ത ടീഷർട്ട് ഇട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വളരെ സിമ്പിളാണ്. എൻ്റെ ബാക്കിയുള്ള തുണിയെല്ലാം ഞാൻ ലോണ്ടറിക്ക് കൊടുത്തു. നാളെ തിരിച്ചു കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഈ ഫീച്ചർ കണ്ടുപിടിച്ച ആൾ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. രാവിലെ പണിക്ക് പോകുമ്പം, വളരെ തിരക്ക് പിടിച്ച് പോകുമ്പം, രാവിലെ ഒരു 100 റൈഡേഴ്സ് നമ്മൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ദിവസം വളരെ മനോഹരമാക്കി തരുന്നൊരു ഫീച്ചറാണ് റാപ്പിഡോ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ റാപ്പിഡോയ്ക്ക് കാത്തു വയ്ക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ നടരാജ് സർവീസ് അങ്ങ് എടുത്തു. ഞാനങ്ങ് നടന്നു പോകാനാണ് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഹുമയൂണിൻ്റെ സ്മാരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെയാണ് നടക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. അതെ സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹുമയൂണിൻ്റെ സ്മാരകത്തിലേക്കാണ്. പോകുമ്പോൾ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പുറത്തൊന്നുമില്ല, ഒരു ഗാർഡനാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ബാബറിൻ്റെ മകനായ, അക്ബറിൻ്റെ അച്ഛനായ
ശ്രീ എന്ന് പറയാൻ പറ്റുമോ? ശ്രീ എന്തായാലും രാജാവായ ഹ്യൂമയോൺ രാജാവിൻ്റെ സ്മാരകത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മാരകത്തിൽ മനസ്സിലായാലോ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളിപ്പോൾ കാണുന്നത് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് പണിത ഹ്യൂമയോണിൻ്റെ സ്മാരകമാണ്. ആലോചിച്ച് ചോദിക്കുക, 500 കൊല്ലങ്ങൾ മുമ്പുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് അവിടെ ഹോട്ടൽ ഇതൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് അകത്തോട്ട് കയറാം. ഓ, സീൻ സ്ഥലം. നല്ല കിടിലൻ സ്ഥലം. ഗാർഡനൊക്കെ നോക്കി, ഇത് നല്ല ഗാർഡൻ അല്ലേ? എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ തൂമ്പ് ഇത്രയും വലുതാണെന്ന്. നമ്മൾ ഈ ക്യാമറ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല വീതിയുണ്ട് ഇതിന്. ഫ്രണ്ടിൽ തന്നെ ഒരു ഫൗണ്ടെയിൻ, തൊട്ടടുത്ത് ഗാർഡനൊക്കെ. ഇൻഫാക്റ്റ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗാർഡൻ ഉള്ള തൂമ്പാണ് ഹ്യൂമയോണിൻ്റെ ഈ സമാധി. പറ്റുന്നത്ര ആൾക്കാരെ കയറ്റാതെ സമാധി മാത്രമായിട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്കെന്തായാലും അകത്ത് കയറി പോകാം. നൈറ്റ് 9 മണി വരെ നമുക്കിവിടെ അലോഡുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമയം 6:30 സീനില്ല, നമുക്ക് ടൈമുണ്ട്, നമുക്കിനി നോക്കാം. ബാക്കിലാരെങ്കിലും ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല, സീനില്ല. ഹ്യൂമയോൺ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബീഗം, ബാക്കി പേര് മറന്നുപോയി, തൽക്കാലം നമുക്ക് അദ്ദേഹത്തെ ബീഗം എന്ന് വിളിക്കാം. ബീഗം എന്ന് വെച്ചാൽ തന്നെ എന്ത് ഭാര്യ എന്ന് തന്നെ അർത്ഥം. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരത്തെയാണ് ഈ ആർക്കിടെക്റ്റ് പണിതിട്ടുള്ളത്. ഇത് പണിയാൻ വേണ്ടി ഓൾമോസ്റ്റ് 15 മില്യൺ രൂപയോളം, ആ കാലഘട്ടത്തിൽ 15 മില്യൺ രൂപയോളം ചിലവായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് രാജ്ഞി പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്നുള്ള പൈസ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാവ്, ടെക്സ്ചർ കണ്ടോ? ഒരേ സമയം റെഡ് സ്റ്റോണും മാർബിളും ഒക്കെ ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർ എത്രത്തോളം റെഡ് സ്റ്റോണും മാർബിളും ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണം. കാരണം 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നോക്കി, നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലാത്ത കല്ലുകളാണ്. ഓ വാവ്, ഇവിടെ നിന്ന് സൺസെറ്റ് കാണണം. വൈബ് സൺസെറ്റ് സെറ്റല്ലേ? നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം മോസ്റ്റ്ലി എല്ലാം സിമെട്രിക്കലായിട്ടാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിലന്തിക്കൊന്നും ഇവിടെ വല വെക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ചു നോക്കി, ഇതൊക്കെ തൊടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. എന്നാലും എന്താ, ഇവിടെ കുറേ അമ്മമാർ ആരാണ്ടോ ലവ് മറ്റേ ആളെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ ഇന്ത്യൻ ബോയ്സ് അല്ലേ, അവിടെ സൈഡിലൊക്കെ ഉണ്ട്. യെസ്, ഐ തിങ്ക് ഞാൻ ഇതിൻ്റെ എൻട്രി കണ്ടുപിടിച്ചു എന്നാണ്. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വന്നതാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഷാജഹാൻ്റെ സമാധിയും ഹ്യൂമയോണിൻ്റെ സമാധിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈംസ് അപ്പ്. ഇത് ഇപ്പോൾ അടച്ചു പൂട്ടിയതുള്ളൂ. ഇതേ സെക്യൂരിറ്റി എല്ലാവരും പറഞ്ഞു വിടുകയാണ്. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം ഇച്ചിരിയും കൂടെ നേരത്തെ വരണം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷികളൊക്കെ പോകുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ? എന്തായാലും ഒരു ലോങ് വ്യൂ നമുക്കങ്ങ് എടുക്കാം.
ഇപ്പം ഞാൻ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ മ്യൂസിയത്തിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഹ്യൂമയുടെ സ്മാരകത്തിൽ വന്നത്. ആദ്യം സത്യം പറഞ്ഞാൽ സ്മാരകത്തിൽ വന്നു കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പോയാൽ മതി, എന്നെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി. ഇതൊക്കെ എന്ത് സംഭവം എന്താണെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. അവിടെ സെക്യൂരിറ്റി എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. നമ്മൾ പിന്നെ പണ്ട് തൊട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മതിക്കുന്നുണ്ട്. ഞാനിപ്പോഴേ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്.